ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ 2.0 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള രാഷ്ട്രസ്നേഹികൾക്ക് നമ്മൾ പറയുന്ന വാർത്തകളെല്ലാം ഫേക്ക് ന്യൂസ് ആണല്ലോ. യഥാർത്ഥത്തിൽ ഇത് രണ്ട് പറയാതെ നമുക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം രണ്ട് പറയുകയാണെന്നുള്ളതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ എല്ലാവരും അല്ല, ഭൂരിഭാഗമല്ല, ഒരു ചെറിയ ആൾക്കാർ, ഒരു ചെറിയ ചെറിയ ശതമാനം ആൾക്കാർ ഈ കൃഷ്ണൻ നായർ, രാമൻ നമ്പൂതിരി, മറ്റേ പേരുണ്ടല്ലോ, മറ്റേ പണിക്കര്, പിന്നെ മറ്റേ മാരാര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുഡാപ്പികൾ ഈ പേര് മാറ്റി വരുമല്ലോ. അങ്ങനെ പേര് മാറ്റി വന്നിട്ട് ഇവർ അതിഭീകരമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്, ഈ വാർത്തകളൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഈ വാർത്തകൾ ഞങ്ങൾ മറ്റൊന്നിലും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി ഒരു വാർത്താ മാധ്യമത്തിന്റെ തകർക്കുക, ഇവരുടെ വാർത്തകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ന്യൂസിന്റെ മലയാളം പോയിന്റ് കണ്ടാലേ നമുക്ക് മനസ്സിലാകും. നമ്മൾ അത്യാവശ്യം റീച്ചല്ല, നല്ല റീച്ചുള്ള നാഷണൽ ഇന്റർനാഷണൽ മാത്രം കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന ഏക മാധ്യമമാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാടുകളും നമ്മുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള എന്താണ് പൊളിറ്റിക്സും ഉണ്ട്. അത് ദേശീയത എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. നേഷൻ ഈസ് എവറിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിനെ അസ്വസ്ഥത, അത് കേൾക്കുമ്പോൾ അസ്വസ്ഥമാകുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഈ ലാഹോറിന്റെ വാർത്ത മാത്രമല്ല, അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങിയെന്ന് ബിജുചേട്ടൻ ഇന്ന് രാവിലെ ഒരു വാർത്ത കൊടുത്തു. അതിന്റെ താഴെയും ഈ നിലവിളിയുണ്ട്. എവിടെ നീ കിട്ടി? ഇപ്പൊ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ലാഹോറിൽ ആക്രമണം നടത്തിയതും ഇവിടെ റാവൽപിണ്ടിയിൽ ആക്രമണം നടത്തിയതും ഡ്രോൺ ആക്രമണം നടത്തിയത് ഇന്ത്യയാണെന്ന് പറയുന്നുണ്ട്. വേറെ പല മാധ്യമങ്ങളും പറയുന്നത് ഇന്ത്യ ആക്രമണം അല്ല നടത്തിയത്, ഇത് വേറെ ഏതോ അജ്ഞാത ശക്തിയാണ്, പ്രോക്സി ആണെന്നൊക്കെ അവര് പറയുന്നുണ്ട്. അയ്യോ, പ്രോക്സി എങ്കിൽ കുഴപ്പമില്ല, ഇന്ത്യ ആണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്ത്യ അങ്ങനെ പാകിസ്ഥാനെ അടിക്കണ്ട, അത് പെണ്ണുങ്ങളെ വെച്ച് അടിക്കണ്ട. മനസ്സിലായി? പെണ്ണുങ്ങളെ കൂടെ വെച്ചാണ് അടിച്ചതെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർന്നു. അതിലൊരു പെണ്ണാണെങ്കിൽ മുസ്ലിമും. അതാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ ഈ ന്യൂസ് ഇന്ത്യ മലയാളം ആദ്യം ഈ അടി തുടങ്ങിയപ്പോൾ തന്നെ കൊടുത്തൊരു വാർത്തയുണ്ട്. 600 ഭീകരവാദികളെ കാലിയാക്കി എന്ന് പറഞ്ഞ് ഒരു വാർത്ത കൊടുത്തത്. യുവമാർക്ക് അതിനകത്ത് വലിയ പ്രശ്നമാണ്. 600 ഭീകരവാദികളോ? പാകിസ്ഥാൻ 12 എന്നല്ലേ പറയുന്നുള്ളൂ, ചൈന ഇതെന്നല്ലേ പറയുന്നുള്ളൂ. അത് വിശ്വസിക്കാൻ വയ്യ. നമ്മുടെ പ്രതിരോധം രംഗത്തെ നമ്മുടെ സൈന്യം 600 ഭീകരവാദികളെ അവിടെ ഉണ്ട് എന്നറിഞ്ഞ ശേഷം നമ്മുടെ അവരെ ടാർഗറ്റ് ചെയ്ത് ആണ് മിസൈൽ അയച്ചിരിക്കുന്നത്, മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സൈന്യത്തിൽ ഇവന്മാർക്ക് വിശ്വാസമില്ല. 600 ഭീകരർ അവിടെ ഉണ്ട് എന്ന് നമ്മുടെ രാജ്യം അറിഞ്ഞു, അതിനുശേഷം മിസൈൽ ആക്രമണം നടത്തി. അപ്പം ഇവര് 600 ഭീകരവാദികളൊന്നും ഇല്ല ഞങ്ങൾ അത് അംഗീകരിച്ചതില്ല എന്ന് പറയുമ്പോൾ ഇവന്മാർക്ക് ആത്യന്തികമായിട്ട് നമ്മുടെ സൈന്യത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ അപ്പുറത്ത് ചെന്ന് ഒരു വേട്ടാവളിയൻ പറയുകയാണ് 7 വിമാനങ്ങൾ അടിച്ചിട്ടു കേട്ടോ ഇന്ത്യ. ഹംബോ 7 വിമാനം അടിച്ചിട്ടു എന്ന് പറഞ്ഞ് വലിയ ആഘോഷമാണ്. അതേസമയം 600 പേരെ, അത് സത്യം പറഞ്ഞാൽ ഇത് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. കാരണം 600 പേരെ കാലിയാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ സൈന്യം അത് അറിഞ്ഞിട്ടുണ്ട്. 600 പേരെ 600 പേര് അവിടെ ഉണ്ടെന്ന്, 600 പേരെ ലക്ഷ്യം വെച്ചു, മിസൈൽ അയച്ചു. ന്യൂസ് ഇന്ത്യ മലയാളം ഇപ്പോഴും വിശ്വസിക്കുന്നത് 600 പേരെ അടക്കം അതിൽ കൂടുതൽ ആൾക്കാരെ ഇന്ത്യൻ സൈന്യം കാലിയാക്കി എന്നാണ്. ഇപ്പൊ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് 100 പേര് നമ്മൾ ഔദ്യോഗികമായിട്ട് കണക്കെടുത്തു, മരണസംഖ്യ ഇനിയും ഉയരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് 100 12 ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ 12 മാത്രമേ ഉള്ളൂ എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ നിങ്ങൾ രാജ്നാഥ് സിംഗിന്റെ അടുത്ത് പോയി ചോദിക്കുവോ? ഇല്ല, പാകിസ്ഥാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഫേക്ക് അല്ലേ പറയുന്നത് എന്ന് രാജ്നാഥ് സിംഗിന്റെ അടുത്ത് പോയി ചോദിക്കുവോ? ഇല്ല, ചോദിക്കില്ല. അപ്പോ ഈ ഇന്ത്യൻ സൈന്യം അവിടെ ഒരു മിസൈൽ അയച്ചിട്ടുണ്ടെങ്കിൽ, 600 പേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ 600 പേരെ വധിച്ചു എന്നുള്ളത് തന്നെയാണ് വാർത്ത. ആ 600 പേരെ ഉറപ്പായിട്ടും ഇന്ത്യൻ സൈന്യം വധിച്ചു എന്ന് ന്യൂസ് ഇന്ത്യ മലയാളം പറയുമ്പോൾ അത് നമുക്ക് സൈന്യത്തിലുള്ള വിശ്വാസമാണ്. എനിക്ക് 100% വിശ്വാസമാണ് എന്നുള്ളത്. പക്ഷെ പാകിസ്ഥാൻ ഇത് പറയില്ല. പാകിസ്ഥാന്റെ ജനങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ പിടിച്ചിരിക്കില്ല. 600 ഭീകരരെയൊക്കെ വധിച്ചു എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഇനി കിടന്നുറങ്ങാൻ പറ്റുമോ? പോരാത്തതിന് ഈ ബലാക്കോട്ടിൽ ഒരു ആക്രമണം നടന്നപ്പോൾ പാകിസ്ഥാൻ എന്താ പറഞ്ഞ? പൈൻ മരങ്ങൾക്ക് മുകളിലാണ് ഇന്ത്യ കൊണ്ട് ബോംബിട്ടതെന്നല്ലേ പറഞ്ഞത്. പിന്നെ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഇമ്രാൻഖാൻ UN അഭിസംബോധന ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇയാൾ പറഞ്ഞത് ഞങ്ങളുടെ 200 ജവാന്മാർ മരിച്ചു, 300 പട്ടാളക്കാർ മരിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ ഇവന്മാർ ഇപ്പോഴൊന്നും പറയില്ല. ഈ വാർത്ത ഗ്രാജുവലി പുറത്തു വരും. കുറെ നാൾ കഴിഞ്ഞ് എവിടെയെങ്കിലും വെച്ച് പുറത്തു വരുമ്പോൾ മറ്റേ മിഥുനത്തിൽ നെടുമുടി വേണു തേങ്ങ വാങ്ങിച്ചുടയ്ക്കുമ്പം എന്ന് പറയുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ടാണ്. എന്താ ചേട്ടാ ഈ 2.0 ലാഹോറിലടക്കം നടന്ന ആക്രമണങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നത്. ഇന്ത്യയുടെ ഡ്രോണുകളാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇന്ത്യ 2.0 തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഈ ഇപ്പൊ ധനുഷിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും ഭംഗി. കാരണം ഈ യുദ്ധം ഉണ്ടാകുമ്പോഴൊക്കെ പലപ്പോഴും ഈ രാജ്യത്തിനകത്ത് നിന്നുള്ള ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതൽ. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അതിന്റെ എണ്ണം കൂടുതലാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കരുത്. അതായത് ഇന്ത്യക്ക് ഒരു വിജയം കിട്ടുന്ന ഇവർക്ക് ഉള്ളുകൊണ്ട് സഹിക്കുന്നേ പറ്റുന്നില്ല. ഇത് ഇവരുടെ കുഴപ്പം മാത്രമല്ല, ഇവരുടെ നേതാക്കൾക്കും ഈ കുഴപ്പമുണ്ട്. കോൺഗ്രസ് ബാലാക്കോട്ടിലെ ആക്രമണം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ചോദിച്ചു തെളിവ് എവിടെ എന്നാണ് ചോദിച്ചത്.
തെളിവ് എവിടെയാണ്? ഒരു രാഷ്ട്രത്തിനോട് ആ രാഷ്ട്രത്തിലെ ഒരു പൗരനാണ് ചോദിക്കുന്നത്, നിങ്ങൾ തെളിവ് എവിടെ? അവസാനം UN പോയിട്ട് ഇമ്രാൻഖാൻ കരഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങളുടെ 200-ലധികം പട്ടാളക്കാരെ അവർ കൊന്നു കളഞ്ഞു, അവർ പട്ടാളക്കാരായിരുന്നു, കൊന്നത് ഭീകരന്മാരെ ആയിരുന്നു. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. പക്ഷെ ഇപ്പോഴെന്താണ് ഈ രാഹുൽ ഗാന്ധി ടീമും വലിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് വലിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ അല്ല രാജ്യമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മുടെയൊക്കെ താഴെ ഒന്ന് മയിൽപ്പീലിയും കൃഷ്ണന്റെ പടവും ഒക്കെ ആയിട്ട് കൃഷ്ണന്റെ പേരിലും ക്രിസ്തുവിന്റെ പേരിലും ഒക്കെ വന്നിട്ട് കമന്റ് ഇടുന്നവരെല്ലാം ഒന്നാം നമ്പർ സുഡാപ്പികളാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. കാരണം ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയല്ല ഇത്. ഇവരിത് തുടങ്ങിയത് സോഷ്യൽ മീഡിയ ഉണ്ടായ കാലം മുതൽ തന്നെ എല്ലാ സുഡാപ്പിക്കും ഒരു 10-20 ഫേക്ക് ID ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അതിൽ നമ്മൾ കാര്യമാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു 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 പാർട്ടിയുണ്ട്, ഇദ്ദേഹത്തിന് എല്ലാവരും യൂട്യൂബർമാരാണ്, ഈ വാർത്ത ചെയ്യുന്ന ഒരു യൂട്യൂബ്. പുള്ളി പറഞ്ഞു, ഞാനൊരു റിയൽ ജേർണലിസ്റ്റ് ആണ്. ഇയാൾ എവിടുത്തെ ജേർണലിസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ 26-ാമത്തെ വർഷമായി ഈ പണിക്ക് ഇറങ്ങിയിട്ട്. ഞാൻ കേരളത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിലടക്കം വർക്ക് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ എന്നും അതിന്റെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കാറില്ല. ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അനവധി സ്ഥാപനങ്ങൾ, അതായത് പ്രമുഖമായ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇയാളെ പോലെ തന്നെ ഈ യൂട്യൂബിലുള്ള, ഞാനിപ്പം മറുനാടന്റെ കാര്യം ഉൾപ്പെടെയാണ് പറഞ്ഞത്, അദ്ദേഹം ദീപിക പത്രത്തിൽ വർക്ക് ചെയ്ത ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്. ഇവരെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം വന്നപ്പോൾ പുതിയ മീഡിയയിലേക്ക് വന്നവരാണ്. ബഹുഭൂരിപക്ഷം പേരും. അല്ല, ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ മാധ്യമത്തിലല്ല, കേരള കൗമുദി, റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകളിൽ മാത്രമല്ല, പത്രത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്, സാറ്റലൈറ്റ് ചാനലിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ മീഡിയയിലും ഇപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഗുജറാത്തിലെ, അതെ, ഓൾ ഇന്ത്യ റേഡിയോയിലും ഉണ്ടായിരുന്നു. അതിനു മുമ്പേ തുടങ്ങിയത് തന്നെ സന്ദേശം എന്ന് പറയുന്ന ഗുജറാത്തി പത്രത്തിലായിരുന്നു. അത്രയും എന്നിട്ട് പോലും നമ്മൾ ഒരു വീഡിയോയിൽ പോലും നമ്മൾ ഇത് പറയുന്നില്ല. നമ്മൾ കൊണ്ടുവരുന്ന വാർത്തകൾ ഓൺ ചെയ്യാൻ പോലും നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ അല്പത്തരം പറയാം. അദ്ദേഹം എപ്പോഴും ഈ യൂട്യൂബർ എന്ന് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് പറയാനുള്ള കാര്യം, താങ്കൾക്കുള്ളത് പോലെ താങ്കൾക്ക് അത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു PG ഉണ്ട്. ഞങ്ങളും 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയെടുത്ത ജേർണലിസത്തിൽ PG ഉള്ളവരാണ് ഞങ്ങൾ മുഖ്യധാര ചാനലിൽ വർക്ക് ചെയ്യുന്നത്. എന്റെ ഒപ്പം ഇരിക്കുന്ന ശ്രീ ധനുഷ് ജനം ചാനൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മുഖ്യധാര ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പല കാരണങ്ങളാൽ ഞങ്ങൾ ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇന്ന് വരുന്നത്. കാരണം ഞങ്ങളുടെ താല്പര്യങ്ങൾ മറ്റു രക്ഷിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ കുറച്ചുകൂടെ വിശാലമാണ്, ഞങ്ങളുടെ ഐഡിയകൾ വിശാലമാണ്, ഞങ്ങളുടെ ഐഡിയോളജി വിശാലമാണ്, ഞങ്ങളുടെ നാഷണാലിറ്റി വ്യത്യസ്തമായിരിക്കും പല ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പലരും ഈ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം ഈ പറയുന്ന അച്ചായൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഹിന്ദു വിരുദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു വലിയ സ്ട്രിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്ട്രിംഗ് ഓപ്പറേഷനിൽ കൊട്ടേഷൻ എടുത്തൊരു സംഘം ഉണ്ടായിരുന്നു, അതിനകത്താണ്. അതായത് ഒഫീഷ്യൽ അല്ല അവരുടേത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നമ്മളിതൊന്നും പറയുന്നത് ശരിയല്ല. മുൻപ് ഈ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ പ്രബോധ വാർത്തകൾ വരും. എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഈ രാജ്യത്ത് വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതുകയും ഇവരുടെയൊക്കെ വലിയ വലിപ്പങ്ങൾ വെച്ചിട്ട് ലേഖനം എഴുതുകയൊക്കെ പത്രത്തിൽ ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് അത് മാറി. ഇന്നിപ്പോ എല്ലാ വിഭാഗത്തിലും പെടുന്ന ഒരു മാധ്യമ രംഗത്ത് സജീവമായി ഉള്ളപ്പോൾ പല കള്ളനാണയങ്ങളും പൊളിഞ്ഞെടുക്കാൻ തുടങ്ങി. പോട്ടെ പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇദ്ദേഹം കഴിഞ്ഞ കുറച്ചു നാൾക്ക് മുമ്പ് ഹിന്ദുക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ, അവിടെ വേറൊരു മതം ഈ രാജ്യം പിടിച്ചെടുക്കുന്നു, ട്രംപിന്റെ മുമ്പിൽ മോദി പേടിച്ചു, പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളവരെയൊക്കെ തുറന്നു വിട്ടു. ഇന്ന് ഒരു അമേരിക്കൻ, അതായത് പുള്ളിയുടെ ധാരണ ഇപ്പോഴും അമേരിക്കക്ക് ഇങ്ങനെയാണ് പറയുന്നത് ഒരു മാധ്യമം. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ രസകരമായ കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ രാവിലെ ഡൽഹി കൂടെ നടക്കാൻ ഇറങ്ങുമ്പോൾ AB വാജ്പേയി, ആരാന്നറിയാമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യം പറയുന്നത്. AB വാജ്പേയി വിളിക്കും, വരും അച്ചായ നമുക്ക് ഒരു ചായ കുടിക്കാം. അപ്പൊ ഞങ്ങൾ കോഫി കുടിച്ചോണ്ടിരുന്നപ്പോ ചോദിക്കും. ഇതാ രീതിയാണ് പുള്ളിയുടേത്. നമുക്ക് എങ്ങനെ ഒരു അണുബോംബൊക്കെ ഇട്ടാലോ, അപ്പൊ നല്ല ഐഡിയ. അപ്പൊ ഞാൻ ആ ഐഡിയ പറഞ്ഞു. ഇതാണ് പുള്ളിയുടെ തള്ളു. ഇനി ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം പുള്ളി തള്ളിയാണ്, ഈ വിമാനം തകർന്നത് എനിക്ക് സൈന്യത്തിനകത്തുള്ള വലിയ രീതിയിലുള്ള കോണ്ടാക്ട്സിലൂടെയാണ് എനിക്കിത് കിട്ടിയത്. സൈന്യത്തിനകത്തുള്ള അയാൾക്ക് കോപ്പുണ്ട്, 1-ാം നമ്പർ ഫ്രോഡ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ BJPയുടെ ദേശീയ അധ്യക്ഷൻ ഉണ്ടായിരുന്നു, ബംഗാളി ലക്ഷ്മൺ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, SC/ST വിഭാഗത്തിൽ നിന്നിരുന്ന മനുഷ്യനാണ്. അന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ CKP ആയിരുന്നു കേരള സംസ്ഥാന അധ്യക്ഷൻ. ഈ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഫണ്ട് ശേഖരിക്കുക, അത് പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുക എന്നുള്ളൊരു കടമകളുണ്ട്. അന്ന് അയാളെ കൊണ്ട് നിർബന്ധിച്ച് 1 ലക്ഷം രൂപ, അന്നത്തെ ആ സമയത്ത് 1 ലക്ഷം രൂപ ബംഗാളി ലക്ഷ്മൺ കൊടുത്തിട്ട് കിടൻ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് ആ പാവം പിടിച്ചവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കി. സ്വാഭാവികമാണ്, അയാൾ വാങ്ങിച്ചത് അയാളെ വീട്ടിൽ വെച്ചല്ല, ഇല്ലെങ്കിൽ അയാൾ വേറൊരു പൊതുരംഗത്ത് വെച്ചല്ല, പാർട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് അയാൾ വാങ്ങുന്നത്. പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വാങ്ങുന്നത്. പാർട്ടി ഫണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വാങ്ങും. അത് ഒഫീഷ്യൽ തന്നെയാണ്, രഹസ്യമായിട്ടല്ല. ഒരു പാർട്ടി, BJP പോലെ ഒരു പാർട്ടി അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് ചലിക്കണമെങ്കിൽ തന്നെ ഫണ്ട് ആവശ്യമുണ്ട്. അപ്പം വലിയ വലിയ ബിസിനസ്സുകാർ കൊണ്ട് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അവർ സഹായിക്കുന്നു. ഇന്ന് എല്ലാ പാർട്ടികളും വാങ്ങുന്നതിന്റെ കണക്ക് ഇന്ന് സുതാര്യമാണ് ഏകദേശമൊക്കെ, നമുക്ക് ഇലക്ട്രൽ ബോണ്ടൊക്കെ ഉള്ളതുകൊണ്ട്. അന്ന് അത് ചെയ്തിരുന്നു.
അനവധി കേസുകൾ ഈ വ്യക്തി പ്രതിയാണ്. തട്ടിപ്പ് കേസ്, പണാവം, ഈ കൂടെ ജോലി ചെയ്തവർക്ക് സാലറി കൊടുക്കാതെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഇതൊന്നും നമ്മൾ പറയുന്നത് ശരിയല്ല, മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് കരുതും. ഇയാൾക്ക് അത്യാവശ്യം ആരാധനയുണ്ട്. ഇദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇദ്ദേഹം കൂടുതൽ നല്ലൊരു സംഖ്യകളാണ്. കഥാപ്രസംഗമാണ്. സംഖ്യകൾ. അപ്പൊ എനിക്ക് സംഖ്യകൾക്ക് പിന്നെ അല്ല, അങ്ങനെ ഒരു സംഖ്യകൾക്ക് കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. സംഖ്യകൾക്ക് അത് കറക്റ്റ്, സംഖ്യകൾക്ക് അങ്ങനെ ഒരു കുഴപ്പം. അതായത് ഈ സംഖ്യകൾക്ക് ഈ പഴയ കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടല്ലോ, ഇപ്പം 10 വ്യൂസിന് വേണ്ടി സംഖ്യ പട്ടം എടുത്തിട്ടിരിക്കുന്ന, എന്നാൽ മനസ്സിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ഈ പണ്ട് ഈ RSSന്റെ യഥാർത്ഥ RSSകാർ മാധ്യമപ്രവർത്തകരായവന്മാർക്ക് ഒരു വിലയില്ല. എന്നാൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മാധ്യമപ്രവർത്തന മറ്റേ കുപ്പായമൊക്കെ എടുത്തിട്ടുകൊണ്ട് വന്ന് 2 വാക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അയ്യോ അങ്ങ് കമന്നടിച്ചങ്ങ് വീണുകളെ. ഈ അച്ചായനെ കുറിച്ച് പറയുമ്പോൾ ഇയാൾ ഒരു ഒരു ബിസിനസ് മാൻ ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, കാറ്റുള്ളപ്പോ തൂറ്റുക എന്ന് പറയും, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പൊ ഇയാൾ നോക്കുമ്പോ എല്ലാ ചാനലുകളും ഒരേ രീതിയിലാണ് വാർത്തകൾ കൊടുക്കുന്നത്. സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ അടിച്ചു, ന്യൂസ് ഇന്ത്യ മലയാളം പാകിസ്ഥാൻ അടിച്ചു, ഇപ്പൊ വേറെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം പാകിസ്ഥാൻ അടിച്ചു. ഇതെല്ലാം ഒരു കണ്ടന്റ് മാത്രമാണ് എല്ലാത്തിലും പോകുന്നത്. പാകിസ്ഥാൻ അടിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ, ഈ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തു, എല്ലാം ഒരു കണ്ടന്റാണ്. വ്യൂസ് സ്പ്ലിറ്റ് ആയി പോവുകയാണ്. അപ്പൊ പുള്ളി നോക്കുമ്പോൾ ഇതിൽ നിരാശപ്പെട്ടിരിക്കുന്നത് ആരാണ്? സുഡാപ്പികളാണ്. അവർക്ക് സന്തോഷിക്കാൻ ഒരു വാർത്തയില്ല. അവരെ സന്തോഷിപ്പിച്ചാൽ, ഈ സാഹചര്യത്തിൽ സന്തോഷിപ്പിച്ചാൽ എന്ത് കിട്ടും? നല്ല വ്യൂസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരും കൂടെ ഒന്ന് സന്തോഷിക്കട്ടെ. ഈ വാർത്ത ആഘോഷിക്കുന്ന സത്യം പറഞ്ഞാൽ സുഡാപ്പികളാണ്. എന്തിനു പറയുന്നു? എനിക്ക് തോന്നുന്നു ഇയാളുടെ ഈ വാർത്ത പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പോലും കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പറയുന്നുണ്ട്, ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ 7 വിമാനം തകർന്നല്ലോ. അല്ല സുഡാപ്പി. അപ്പൊ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഒരു നിലപാടില്ലാത്ത മനുഷ്യനെയാണ്. കാരണം ഇയാൾ ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദുവിൽ ഭയങ്കര ജാതി ഉണ്ട്, അതുകൊണ്ട് അവരെല്ലാം വേറൊരു വിഭാഗം, ഞാൻ ആ മതമൊന്നും പറയുന്നത് വിഭാഗത്തിലേക്ക് പോകുന്നു അതാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആത്മാഭിമാനമുള്ള ഹിന്ദുക്കൾ താഴെ വന്ന് ചീത്ത വിളിച്ച് കമന്റില്. എന്നിട്ട് ഇയാൾ 2 ദിവസം കഴിഞ്ഞ ഉടനെ പറയാണ്, ഞാൻ വെറുതെ ഹിന്ദുക്കളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ പറഞ്ഞ, ജേർണലിസത്തിൽ അങ്ങനെ ഒരു പാഠമുണ്ടെന്ന്. എടോ മനുഷ്യ, ഞങ്ങളും ഒക്കെ ആ സാമാനം തന്നെ പഠിച്ചിട്ട് നല്ല 1ാം യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഏതിനകത്താണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയൊക്കെ തമ്മിൽ ഇളക്കിക്കൊണ്ട് ജേർണലിസം ചെയ്യാൻ പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എവിടെ ഒരു സ്ട്രിങ് ഓപ്പറേഷന് പോയതിൽ കൊട്ടേഷൻ സംഘത്തിൽ ഒരു അംഗമായിരുന്നു. ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് പണി. ഇതൊന്നും നമ്മൾ വിളിച്ചു പറയാം. നമുക്ക് ഈ കേരളത്തിൽ എന്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മിക്ക മാധ്യമ പ്രവർത്തകരുടെ സ്വകാര്യതയും കാര്യങ്ങളൊക്കെ ആണ്. നമ്മളത് പറയുന്നത് ശരിയല്ല. ഞാൻ ആരെ പോലും വിമർശിച്ചോ അല്ലെങ്കിൽ മോശം വാക്ക് പറഞ്ഞിട്ടോ കാര്യം. പക്ഷെ ഇവരെ പോലുള്ളവർ, എന്നിട്ട് അവർ പുച്ഛമാണ് പുള്ളിക്ക് എല്ലാവരും. പുള്ളി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇവരുടെ പുള്ളിയുടെ ആരാധക വൃന്ദമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം യൂട്യൂബേഴ്സ് ആണ്. ആയിക്കോട്ടെ, യൂട്യൂബേഴ്സ്, താൻ യൂട്യൂബർ ആണോ, താൻ യൂട്യൂബർ തന്നെയാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇദ്ദേഹം നല്ലൊരു ഖാദികനാണ്, നല്ലൊരു കഥാപ്രസംഗക്കാരനാണ്, ഭംഗിയായിട്ട് സംസാരിക്കാൻ അറിയാം, ഇതിനകത്ത് ഈ അട്രാക്ട് ചെയ്യിക്കാൻ അറിയാം. ഏതാ, ഞങ്ങൾ ആരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. QR കോഡ് കാണിച്ചിട്ട് തെണ്ടിയിട്ടുമില്ല. കാരണം ഇതിനകത്ത് വലിയ വരുമാനമൊന്നും ഇല്ലെന്ന് ഈ സാധനം നടത്തുന്ന എല്ലാവർക്കും അറിയാം, ഈ ചാനൽ നടത്തുന്ന എല്ലാവർക്കും അറിയാം. ആ ഉള്ള വരുമാനത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശീയ ബോധം ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ 1 മണിക്ക് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത കൊടുത്തു, സിയാൽകോട്ടിൽ ആക്രമണം നടന്നു, ധനുഷാണ് കൊടുത്തത്, ഓർമ്മയുണ്ടോ? അത് ഞങ്ങളെ പോലുള്ളവര് ആത്മാർത്ഥയോട് ഉറങ്ങാതിരുന്ന് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ നടത്തുന്ന ധീരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അപ്പപ്പ ജനങ്ങളിൽ എത്തിക്കുകയാണ് വാർത്തയായിട്ട്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോ എത്ര കറക്റ്റായി? ഇന്ന് രാവിലെ ഞാനാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. 10 മണിക്ക് ബ്രേക്ക് ചെയ്യുന്നത്. ലാഹോർ സ്ഫോടനം ഉണ്ടായി, അതിന് താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്നത് അറിയാം. ഇതെങ്ങുമില്ലാത്ത വാർത്ത, ആരാടാ ഈ വാർത്ത? റീച്ച് ഉണ്ടാക്കാനാണ് ഇതും കംപ്ലീറ്റ് സുഡാപ്പികളാണ്. ഹിന്ദു ക്രിസ്ത്യൻ പേരുകളിൽ വരിക. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ജനം അറിയരുത് ഇങ്ങനെയാണ് ഒരു നീക്കം നടന്നെന്നുള്ളത്. ആ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ നമ്മുടെ പുറത്തുള്ള ശത്രുക്കളെ പോലെ തന്നെ നമ്മുടെ ഇടയിലും ശത്രുക്കളുണ്ട്, അതവിടെ നിന്നോട്ടെ, സാരമില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഇന്ന് നമ്മൾ ഒരു വാർത്ത ചെയ്തു, പാകിസ്ഥാൻ മിസൈൽ. ഇത് നമുക്ക് രാവിലെ കിട്ടിയ വാർത്തയാണ്. ഇത് ആദ്യം ഇന്ത്യയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പബ്ലിക് ചാനലാണ്. അവര് രാവിലെ തന്നെ ഒരു 9 മണി തൊട്ട് ബ്രേക്ക് ചെയ്തു. ഞാനും ധനുഷും തമ്മിൽ പലവട്ടം ഡിസ്കസ് ചെയ്തു. എന്നിട്ടും നമ്മൾ പറഞ്ഞത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം അതിനകത്ത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻ വരാനുള്ള ഒരു പ്രധാന കാരണം വെച്ചാൽ ഇത് ഡ്രോണിന്റെ ഭാഗമാണെന്ന് ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിൽ നിന്ന്. അപ്പൊ അതൊരു ഡൗട്ട് വന്നു, ഡ്രോൺ ആണോ അല്ലെങ്കിൽ അവരുടെ മിസൈൽ അറ്റാക്ക് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ റിപ്പബ്ലിക്കിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കറക്റ്റ് ആയിട്ട് തന്നെ പോയി. എനിക്ക് തോന്നുന്നു ഉച്ചയായപ്പോഴത്തേനും ടൈംസ് നൗ രാവിലെ 10 മണിക്ക് തന്നെ വിത്ത് വിഷ്വൽ നമ്മളെ ഇന്ത്യയിൽ നടക്കുമ്പോൾ വിഷ്വൽ കിട്ടാനുള്ള ഒരു എളിയ ചെറിയ വളരെ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു യൂട്യൂബേഴ്സ് തന്നെയാണ്. വെറും ഒരു യൂട്യൂബേഴ്സ് തന്നെയാണ്. നമുക്ക് അവകാശവാദങ്ങളൊന്നും തന്നെ ആണ് നമ്മൾ. പക്ഷെ നമുക്ക് ഇപ്പൊ കൊടുക്കാൻ കഴിയാത്തത് യൂട്യൂബിന്റെ ഗൈഡ് ലൈൻ വെച്ച് പലതും കൊടുക്കും. ഇന്നലെ രാത്രി 1 മണിക്ക് തന്നെ സിയാൽകോട്ടയിൽ കൊടുത്തു, വിത്ത് വിഷ്വലാണ് കൊടുത്തത്. രണ്ടാമത് ഇന്ന്
ലാഹോറിൽ സ്ഫോടനം നടന്നു, പിന്നിൽ ഇന്ത്യ ആണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഇന്ത്യ ആണെന്ന് പാക് മീഡിയാസ് പറയുന്നു എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ രാജ്യം അത് സ്ഥിരീകരിക്കാത്തടത്തോളം കാലം നമുക്കത് പറയാൻ കഴിയില്ല. അത് നമ്മൾ കൊടുത്തു, വിത്ത് വിഷ്വലാണ് കൊടുത്തത്, ഈ വാർത്തകളെല്ലാം കൊടുത്തു. ഒപ്പം തന്നെ ധനുഷ് 600 പേരെ മരണ കാര്യം പറഞ്ഞത് ധനുഷ് മാത്രമല്ല കൊടുത്തത്, ഏഷ്യാനെറ്റ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് ഇന്ത്യയിലെ എല്ലാ മീഡിയാസും ബ്രേക്ക് ചെയ്തു. കാരണം ഇന്ത്യൻ പട്ടാളം കൃത്യമായിട്ട് തന്നെ, ഇന്ത്യൻ പട്ടാളത്തിന് ആ ജനസാന്ദ്രതയുള്ള ഏരിയയിൽ ഈ ഭീകരകേന്ദ്രത്തിനകത്ത് മാത്രം കൃത്യമായിട്ട് മിസൈൽ ഇടാൻ കഴിവുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന അണ്ടനെ അടകോടനെ മേലെ എണ്ണിയെടുത്ത് ചുണ്ണാമ്പ് വെച്ചിട്ടായിരിക്കും ഇന്ത്യൻ പട്ടാളം അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 600 പേരെ ടാർഗറ്റ് ചെയ്തു പോയി എന്നൊരു വാർത്ത വന്നെങ്കിൽ എനിക്കതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ ഇപ്പോഴും ധനുഷ് പറഞ്ഞാൽ തന്നെ നിൽക്കുന്നു, ഇത് 600 അല്ല, അതിന് മുകളിൽ പോകും. ഈ വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. കുറച്ച് ദിവസങ്ങളായി കഴിയുമ്പോൾ പാക് മീഡിയാസ് തന്നെ അത് പറയേണ്ടി വരും. ഇന്ന് പാകിസ്ഥാന്റെ ഒരു MP, ഒരു വനിതാ MP ആണ്, പേര് ഞാൻ ഓർക്കുന്നില്ല, അവർ ആശുപത്രിയിൽ പോയിരുന്നു ഈ പരിക്കേറ്റവരെ കാണാൻ. അവിടുന്ന് ഒരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ത്യയോട് അപേക്ഷിക്കുകയാണ് ഈ യുദ്ധം ഒന്ന് അവസാനിക്കുമെന്ന്. ഈ വാർത്ത നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയും കള്ളത്തരമാണ്, അവര് എവിടെ കരഞ്ഞു, ഞങ്ങളാരും കണ്ടില്ലല്ലോ കരഞ്ഞതെന്ന് പറയും. കാരണം ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് നേരിടാനുള്ളത് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ശത്രുവിനെ മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള രാജ്യവിരുദ്ധരെയും ശത്രുക്കളെയും തന്നെയാണ്. അത് ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അത് തിരിച്ചറിയാൻ എളുപ്പമാണ്. അവർ ആൾമാറ മയിലായി വരും, മാനായി വരും, അതിലൊക്കെ എന്ത് വന്നാലും ഹരീതിനായിട്ട് വന്നാലും നമുക്ക് കൃത്യമായിട്ട് ആൾക്കാരെ അറിയാം. പക്ഷെ ഇന്ത്യ ചെയ്തിട്ടുള്ള ഒരു സ്ട്രൈക്ക് അത് ഭയങ്കരമായിരുന്നു. ഇന്നലെ ഇന്ത്യ പറഞ്ഞിരുന്നു, നമ്മൾ സിന്ധു നമ്മുടെ ഫസ്റ്റ് ബേസ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, നോട്ട് എ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ സൈന്യം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ സൈന്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി ഞങ്ങൾ, കാരണം സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ സൈന്യം പറഞ്ഞു, നിങ്ങൾ ഇനി ഞങ്ങളെ സൈനികപരമായിട്ട് അറ്റാക്ക് ചെയ്താൽ, അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ സിവിലിയന്മാരെയോ സൈനികപരമായോ അറ്റാക്ക് ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ തീർത്ത് കളയുമെന്ന് തന്നെ ഇന്ത്യൻ സേന പറഞ്ഞിരുന്നു, കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു, എല്ലാ നേതാക്കളും പറഞ്ഞിരുന്നു. നേരെ മറിച്ച് പാകിസ്ഥാൻ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ അജിത് ഡോവലുമായിട്ട് അവർ സംസാരിച്ചിട്ട് പറയുക, ഞങ്ങൾക്ക് പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവര്, ഞങ്ങൾക്ക് മുഖം രക്ഷിക്കണം, അതുകൊണ്ട് കാശ്മീരിൽ എവിടെങ്കിലും ഉള്ള ഒരു വെളിമ്പ്രദേശം കാണിച്ചു തരും, ഒരു കാട് കാണിച്ചു തരും, ഇല്ലെങ്കിൽ ഒരു ഒരു തുറസായ ഗ്രൗണ്ട് കാണിച്ചു തരും, ഞങ്ങൾ ഏതെങ്കിലും ഒരു മിസൈൽ അവിടെ കൊണ്ട് ഇട്ടിട്ട് ഞങ്ങളൊന്ന് വീമ്പ് പറഞ്ഞ് ഞങ്ങളുടെ മുഖം രക്ഷിക്കട്ടെ. അത് പാകിസ്ഥാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്യാത്ത രാജ്യമൊന്നും അല്ല ഇവര്. ഇവര് പഞ്ചാബിലെ തരൺ തരൺ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്, ധനുഷ് കേട്ടിട്ടുണ്ടോ? തരൺ തരൺ, അതിനെ അറിയപ്പെടുന്നത് ടാങ്കുകളുടെ ശവപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 71 വാറില് ഇവന്മാര് ഇപ്പൊ നമ്മളെ അങ്ങോട്ട് തീർത്ത് കളയുന്ന ടാങ്കും കൊണ്ടുവന്നു. ടാങ്കും കൊണ്ടുവന്നിട്ട് എന്താണ് സംഭവിച്ചത്? നമ്മുടെ പട്ടാളക്കാരെ കൊണ്ട് ചെന്നപ്പോഴത്തേക്കും ടാങ്കിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു, ടാങ്ക് ഇട്ടിട്ട്. അതായത് 100-ന് മുകളിൽ ടാങ്കുകൾ ഉണ്ടായിരുന്നു. ആ യുദ്ധ ടാങ്കുകൾ ഇന്ത്യൻ പട്ടാളം പിടിച്ചെടുത്തിട്ട് നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞു, എനിക്കിത് ഇന്ദിരാഗാന്ധിയുടെ കാലം, ആ ഇന്ദിരാഗാന്ധി പറഞ്ഞത്, ഈ റിപ്പബ്ലിക് ഡേക്ക് ഞങ്ങൾ ഈ ടാങ്കുകൾ ഞങ്ങളുടെ പരേഡിൽ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു. പാകിസ്ഥാൻ നാണം കെട്ടുപോയി. പിടിച്ചെടുത്ത യുദ്ധ ടാങ്കുകൾ ഇന്നും നമ്മൾ പഞ്ചാബിൽ ചെല്ലെങ്കിൽ മ്യൂസിയത്തിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പുളുപടിക്കുന്നുണ്ട്, ഏതൊരാൾക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ടാങ്കിന്റെ പടം കാണാൻ പറ്റും. അപ്പം അത് പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ടാങ്ക് കൊടുത്തൊരു രാജ്യവും പാകിസ്ഥാനും ഇന്ത്യൻ ഭരണാധികാരികളുടെ കാലി വീണ് പറഞ്ഞു, ദൈവത്തോർത്ത് നാറ്റിക്കരുത് എന്ന് പറഞ്ഞ് നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒഴിവാക്കി വിട്ടുകൊടുത്തില്ല. ടാങ്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ഇത് പഴയ നമ്മുടെ പട്ടാളക്കാരുണ്ടെങ്കിൽ ആ പട്ടാളക്കാർ, നമ്മുടെ വീടുകളിൽ പട്ടാളക്കാരുണ്ടാകുമല്ലോ, അവരോട് ചോദിക്കാൻ അവർ ആവേശപൂർവ്വം ഈ കഥ പറഞ്ഞു തരും. ഇനി നമ്മള് ഇവരുടെ സ്ഥലം ഉൾപ്പെടെ പിടിച്ചെടുത്തപ്പോ എന്താണ് ഇന്ദിരാഗാന്ധി അടുത്ത് ഭൂട്ടോ ചെയ്തത്? ഇന്ദിരാഗാന്ധിയുടെ കാലിൽ വീഴുകയായിരുന്നു, എനിക്ക് എന്റെ രാജ്യത്തേക്ക് ഇത് ഒപ്പിട്ട് തന്നാൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല, എന്നെ അവർ കൊന്നുകളയും, എന്റെ അഭിമാനം രക്ഷി. കാല് പിടിച്ചവന്മാരെ അവന്മാർക്ക് ഇപ്പോഴും അത് തന്നെ ചെയ്യാമായിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ വിളിച്ചിട്ട് പറയാം, ദൈവത്തോർത്ത് മുഖം രക്ഷിക്കണം, ഇത് പിടിച്ചു നിൽക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്തെന്ന് വരുത്തിയെങ്കിലും ഞങ്ങൾക്ക് തീർക്കണം, അതുകൊണ്ട് നിങ്ങൾ ഒരു വെളിമ്പ്രദേശം കാണിച്ചു തരും, ആരും ഇല്ലാത്ത പുല്ലുപോലും മുളയ്ക്കാത്ത ഏതെങ്കിലും പ്രദേശം കാണിച്ചു തരും, ഞങ്ങൾ അവിടെ കൊണ്ടൊരു മിസൈൽ ഇട്ടിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു മാനുഷിക പരിഗണന വെച്ച് ചിലപ്പോൾ നമ്മൾ അനുവദിച്ചാണ്. പക്ഷെ അതിന് പകരം അവന്മാർ കാണിച്ച് ഇന്ത്യയുടെ 15 സേനാ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് അറ്റാക്കിന് ശ്രമിച്ചത്. അവർ ഒരു കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ പോലെ ലോകത്തെ 4ാം നമ്പർ സൈനിക ശക്തിയായ ഒരു രാജ്യം, ഒരു രാജ്യത്തെ 140 കോടി ജനം ഒറ്റക്കെട്ടായി നിൽക്കുന്ന രാജ്യം, എന്തിന് ഇവന്മാരെ ഫസ്റ്റ് ഹാഫിൽ അടിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ പേരിട്ട് സ്ത്രീകളെ തന്നെ കൊണ്ട് തന്നെ ലോകത്തെ വിളിച്ചു പറയിച്ച രാജ്യം, സ്ത്രീകളെ കൊണ്ട് തന്നെ ഞങ്ങൾ അടിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയിക്കണമെങ്കിൽ അപാര ഗട്സ് വേണം. പാകിസ്ഥാൻ ഈ ജന്മത്തല്ല, അടുത്ത ജന്മത്തിൽ നടക്കത്തില്ല. അവർ സ്ത്രീ വിരോധികളായതുകൊണ്ട് ഇല്ല, അവർ സ്ത്രീകളെ അങ്ങനെ കാണാൻ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തോട് മുട്ടുമ്പോ കുറഞ്ഞ പക്ഷെ അവർ ആലോചിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞു, ഇവന്മാർക്ക് വെളിവുമില്ല, വെള്ളിയാഴ്ചയുമില്ല, വിവരവുമില്ല. അവിടെ ഒന്ന് ആലോചിക്കണ്ടേ, ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം
അവരുടെ കൂടെയാണ് ഈ ലോകം മുഴുവൻ. അതായത് റഷ്യ, ചൈന ഇപ്പൊ വലിഞ്ഞു നിൽക്കുകയാണ്. ഇതെല്ലാം അവർ ആലോചിക്കാതെ ഇന്ത്യയുടെ പത്താൻകോട്ട്, ഇന്ത്യയുടെ സൈനികരുടെ ഇപ്പോൾ നേരെയാണ് ഇത് അറ്റാക്ക്, ഡ്രോണായിട്ടും മിസൈലായിട്ടൊക്കെ പത്താൻ, അത് നമ്മുടെ ഏറ്റവും മികച്ച മിസൈൽ ഭേദ സംവിധാനങ്ങളുള്ള രാജ്യം. S-400 ആണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ കേൾക്കുന്ന അവരുടെ മിസൈൽ സംവിധാനങ്ങളെല്ലാം കൂടി ലാഹോറിൽ നമ്മൾ അടിച്ചു കളഞ്ഞു. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ഈ പൊട്ടാത്തതും വർക്ക് ചെയ്യാത്തതും കൃത്യതയില്ലാത്തതുമായ ചില സാധനങ്ങൾ വെച്ച് ഇന്ത്യയെ പോലെ ഒരു പടുകൂറ്റൻ ശക്തി എടുത്ത് പോരാടാൻ വരുന്ന അവരെ നമ്മൾ എന്താ പറയേണ്ടത്? എന്ത് കണ്ടിട്ടാണ് അവർ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതാ ഞാൻ പറഞ്ഞത്, വെളുതും വെള്ളിയാഴ്ചയും ഇല്ല. ഇപ്പൊ കണ്ടില്ല, കാരണം കരയാണ് അവിടുത്തെ MP, എങ്ങനെയെങ്കിലും ഇന്ത്യയോട് പറയണം ഈ യുദ്ധം തീർക്കണമെന്ന്. കാരണം അവർക്ക് മനസ്സിലായി, കാരണം ഇന്ത്യ അടങ്ങിയിരിക്കില്ല. അതായത് അവരുടെ തീർന്നു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ച് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇത് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഞങ്ങളായിട്ട് എടുക്കുന്നില്ല, ഇങ്ങോട്ട് വന്ന് തീർക്കും എന്നാണ് പറഞ്ഞത്. അതിനകത്ത് ആ ഒരു വാക്കിന് തന്നെ ഒരു വ്യത്യാസവും ഇന്ത്യ വരുത്തിയിട്ടില്ല. നിങ്ങളുടെ സൈനികരെ തന്നെ ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് പറഞ്ഞു. ലാഹോറിൽ ഇന്ന് രാവിലെ അടിച്ചത്, ഇന്ന് രാവിലെ അല്ല, ഇന്നലെ രാത്രി 1 മണിക്ക് വന്ന വാർത്ത കറക്റ്റ് ആയിരുന്നു. സിയാൽക്കോട്ട് കടന്നത് നമ്മുടെ മിസൈലാണ് അവിടെ ചെന്ന് വീണത്. അവിടെയാണ് ഇവന്മാര് രാത്രി ഓർമ്മയുണ്ടോ ധനുഷ്? രാത്രി 1 മണിക്ക് ധനുഷ് കൊടുത്ത വാർത്ത അത് കൃത്യമായിരുന്നു. അവിടെ തന്നെയാണ് ആദ്യത്തെ അടി വന്നത്. അതാണ് ഒരു സ്ഥലം. രണ്ടാമത്തെ സ്ഥലം എവിടെയാണ്? ലാഹോറും കറാച്ചിയാണ് ബാക്കി 2 സ്ഥലങ്ങൾ. റാവൽപിണ്ടിയിലെ സ്റ്റേഡിയം അടിച്ച് ദൂരെ കളഞ്ഞു. ഇന്നവിടെ കളി നടക്കേണ്ട ദിവസമായിരുന്നു. അതായത് ഇവന്മാർ ഓരോ ദിവസവും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നാണം കെടാൻ വേണ്ടി മാത്രം ഒരു ജന്മമാണ് ഇവന്മാർ. ഒന്നും വേണ്ട, ഇവന്മാർ കുറെ ഷോ കാണിച്ച് കുറെ ഡയലോഗ് അടിച്ച് നിന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുറഞ്ഞ പക്ഷം കേരളത്തിലെ സുഡാപ്പികൾക്കെങ്കിലും ഒരു ആശ്വാസമായെന്നെ. ആ, നമ്മുടെ ടീമുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, അവര് ഇറങ്ങിയില്ല, അവർ ഇറങ്ങാതെങ്കിൽ നിന്നത് കൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു എന്നെങ്കിലും നാളെ തള്ളാൻ ഇപ്പൊ അതുപോലും ഇല്ല. കണ്ടമ്പഴി ഓടുകയാണ്. അതായത് തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അതായത് വലിയ കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആ വീഡിയോ കാണും. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്ത വാർത്തയുണ്ട്. അവർ ഈ സ്ഫോടനം നടത്തുന്ന വിഷയമുണ്ട്. അപ്പൊ ഞാനിത് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒറിജിനൽ ഫൂട്ടേജ് ഞാനൊന്ന് കേൾക്കും. ഞാൻ സാധാരണ കേൾക്കാറുണ്ട്, തിരക്കുണ്ടെങ്കിൽ കേൾക്കത്തില്ല. അപ്പൊ ഇത് കുറച്ച് ലെങ്ത് ആണ്. കേൾക്കുമ്പോഴത്തേനും സത്യത്തിൽ മനുഷ്യ അത് കേൾക്കണം. നമ്മളതിനകത്ത് വിഷ്വൽ കേൾക്കാൻ പറ്റില്ല, എന്റെ വോയിസ് ഓവർ നമ്മളിവിടെ പോകുന്നുണ്ട്. അതിന്റെ ഒറിജിനൽ വിഷ്വൽ ഫൂട്ടേജ് കിട്ടും നമ്മൾ നെറ്റിലൊക്കെ തപ്പാൻ. അതിനകത്ത് ഈ വാഹന വ്യൂഹം വരിക ഈ മിലിറ്ററിയുടെ. അപ്പൊ അതിന് മുമ്പിൽ നിന്നിട്ട് ഈ പട്ടാളക്കാര് ഈ മൈനൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു. ഇല്ലെന്ന് കാണുന്നു, വണ്ടി വിടുന്നു. അതിനുശേഷം ഇവന്മാര് വണ്ടി കയറി വരിക. ഇങ്ങനെ വരുമ്പം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മീഡിയ ഗ്രൂപ്പാണ് ഈ വീഡിയോ പകർത്തുന്നത്. അപ്പൊ അവർ കമന്റ് പറയുന്നത് നമുക്ക് ഇത് കേൾക്കാം. അവർ ചിരിച്ചിട്ട് പറയാണ്, ആ വരുന്നുണ്ടെന്ന് കേട്ടാ. അവർ ചിരിച്ചിട്ട് പറയുകയാണ് വരുന്നുണ്ടെന്ന്. അതായത് ഈ ബോംബ് വെക്കാൻ നിൽക്കുന്നവരാണ് പറയുന്നത്. അവർ ചിരിച്ചുകൊണ്ട് പറയാം, ആ വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നു. വന്ന് ആ കൃത്യം ആ സ്ഫോടനം, നമുക്ക് സ്ഫോടനം കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഗൈഡ് ലൈൻസ് ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നൊന്നും കാണിക്കാൻ. പൊട്ടുന്ന സമയത്ത് അയാൾ പറയുന്നത് അത് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അവര്. അതായത് ഒരു കോമാളികൾ വന്നിട്ട് അവർ വെച്ച കെണി കൃത്യമായിട്ട് വീഴുന്ന കാര്യമാണ് ഈ കമന്ററി പറയുന്നത്. ഈ വീഡിയോ എടുക്കുന്നവർ സംസാരിക്കും. നമുക്കറിയാലോ, വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഈ പറയുന്ന കാര്യം നമുക്ക് ക്ലിയർ ആണ്. സംശയം ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് യൂട്യൂബിലും ട്വിറ്ററിലൊക്കെ തപ്പാങ്കിൽ ഈ BLAയുടെ ഇതുണ്ട്, ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട് മീഡിയയുടെ, അത് നോക്കാമെങ്കിൽ അവർ വിഷ്വൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ സംഭാഷണങ്ങൾ കേൾക്കാൻ. അപ്പൊ എനിക്ക് തന്നെ ചിരി വന്നു. എത്ര ലാഘവത്തോടെയാണ് ഒരു രാജ്യത്തിന്റെ ആർമിയെ അവര് ID പൊട്ടിച്ച് കൊല്ലുന്നതെന്ന് നോക്കിക്കേ. ആ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയോട് പോലും മുട്ടി നിൽക്കാൻ കെൽപ്പില്ലാത്തവരാണ് ഇന്ത്യ പോലെ മഹാരാജ്യത്ത്, ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ കരസേനയുള്ള ഒരു രാജ്യത്ത് വന്നിട്ട് മുട്ടാൻ നിൽക്കുന്നത്. ഇവര് കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും അറ്റാക്ക് വരികയാണെങ്കിൽ ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം പാകിസ്ഥാനൊപ്പം നിൽക്കും, ഇന്ത്യ തുരത്തും. ആ കാലഘട്ടം പോയി. എല്ലാ രാജ്യത്തിനും സ്വന്തം കാര്യമാണ് ചിന്താവാദം. ഇപ്പൊ സൗദി വരുന്നുണ്ട്, ഇറാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇറാനും ഇവരൊക്കെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത യാത്രകളും കൂടിക്കാഴ്ചകളാണ് നടക്കുന്നത്. അല്ലാതെ പാകിസ്ഥാൻ അടിക്കുന്ന കണ്ടുടനെ തന്നെ സൗദി കൂടി ഇങ്ങോട്ട് വരുന്നതല്ല. അവർക്ക് അവരുടെ കാര്യമാണ്. കാരണം ഈ കരാറുകളായി തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചർച്ച ചെയ്യാൻ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അല്ലാതെ അവർക്ക് ഇപ്പൊ ആർക്കും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. പിന്നെ ഒരുപാട് പേര് നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ന് രാവിലത്തെ ഉപദേശമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സെലൻസ്കിയാണ് നമ്മളെ ഉപദേശിച്ചിരിക്കുന്നത്. യുദ്ധം പാടില്ല, സമാധാനമാണ് വലുതെന്ന്. എന്നിട്ടാണ് പുള്ളി ഒരു 13 ഡ്രോൺ ഇപ്പൊ റഷ്യയിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനി പുട്ടിന്റെ കാര്യത്തിൽ എന്താണ് അയാൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയാൻ പറ്റില്ല. ഭാര്യ വലിച്ച് ഇനി ഇപ്പുറത്തോട്ട് ഇടും. അയാൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ടീംസ് ആണ് പറയുന്നത് യുദ്ധം ചെയ്യരുതെന്ന് പറയും. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സമാധാനകാംക്ഷികളാണ്. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, തിരിച്ചടി തുടങ്ങുന്നതിന് മുമ്പാണ് താഴെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ കുറെ നാളായല്ലോ പറയുന്നത് മോദി തള്ളും, മോദി ചെയ്യുമെന്ന്. അടി തുടങ്ങിയപ്പോൾ നേരെ കരയാൻ തുടങ്ങി. ആദ്യം ഫേക്കാണെന്ന് പറയുന്നു, പിന്നെ പറയുന്നത് എന്തിനാണ് പിഞ്ചു കുട്ടികളെ കൊല്ലും, അതായത് ഇവരുടെ ഒരു രീതിയുണ്ട്. ആദ്യം ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്താൻ നോക്കുക. കീഴ്പ്പെടുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അടി കിട്ടുമ്പോൾ ഇരവാദം മുഴക്കി എത്തുക എന്നുള്ളത് ഭീകരന്മാരുടെ പൊതുവായിട്ടുള്ള ഒരു നേച്ചറാണ്. അത് നാട്ടിലായാലും പുറത്തായാലും, നമ്മുടെ ചുറ്റുമുള്ള ഭീകരരായാലും പുറത്തുള്ളവരായാലും ഇതാണ് അവരുടെ മെത്തേഡ്.
ഏതായാലും ഇന്ത്യ എന്ന രാജ്യത്തിൽ നമുക്ക് 101% കോൺഫിഡന്റ് ആണ് നമ്മുടെ രാജ്യം. ഇവിടെ ഒരു സിവിലിയന് പോലും ഒരു അപകടവും സംഭവിക്കില്ല. പണ്ടും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഈ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛനും ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ തന്നെ ആയിരുന്നു. ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് എക്സ് സർവീസുകാരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും ഒരു ഒറ്റ സിവിലിയൻസിനും പണ്ടും, അതായത് പഴയ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ രണ്ട് യുദ്ധം നടത്തുന്ന സമയത്തും നമുക്ക് വലിയ കാഷ്വാലിറ്റി സംഭവിച്ചിട്ടില്ല. അന്ന് നമുക്ക് ഇത്രയും ടെക്നോളജി ഇല്ല, ഇത്രയും രാജ്യങ്ങളുടെ പിന്തുണ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് അത് വന്നിട്ടില്ല. ഇന്ന് ടെക്നോളജി പരമായി ലോകത്തെ 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ ആയുധ കരുത്തിന്റെ കാര്യത്തിൽ. വലിയ കരസേന, അതും എന്തിനും പോകുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. മുൻപിൻ നോക്കില്ല, അതായത് ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിയാണ്. ഞാൻ ആലോചിക്കായിരുന്നു, അദ്ദേഹം ഒരു 10-20 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ ആ മുംബൈ ഭീകരാക്രമണ സമയത്തൊക്കെ ലാഹോർ തകർത്ത് ചുട്ട് ചാമ്പലാക്കി കളഞ്ഞതിനെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. അപ്പം അത്രയ്ക്ക് നല്ല സ്ട്രോങ്, ഇന്ന് ലോകത്ത് ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി സുശക്തമായ ഒരു സൈന്യവും ആ സൈന്യത്തിന്റെ ഭരണാധികാരിയുടെ പിന്നിൽ അണിനിരക്കുന്ന 140 കോടി ജനവുമുള്ള ഈ രാജ്യം തകരുമെന്നും, ഇല്ലെങ്കിൽ രണ്ട് പോസ്റ്റ് ഇട്ടാലോ ഇല്ലെങ്കിൽ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്താലോ ഈ രാജ്യം തകരുമെന്നും സേനയുടെ മനോവീര്യം പോകുമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഫൂളിഷ് ആയിട്ടുള്ള ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ഉപദേശിക്കാനുള്ളൂ. ഏതായാലും നമ്മൾ പണ്ട് പറഞ്ഞതുപോലെ, മുമ്പ് ഈ യുദ്ധമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതുപോലെ, ഒരു 3 ദിവസം കൂടെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഈ അടിയും തിരിച്ചടിയുമായിട്ട്. ഇനി ഇന്ത്യ കൊടുക്കാൻ പോകുന്നത് നല്ല ഒന്നാം തരം ഒരു അടിയായിരിക്കും. ആ അടിയോടുകൂടി തന്നെ ചില രാജ്യങ്ങൾ ഇന്ത്യ സൈനിക ബേസുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ ചേട്ടാ? 100% സാധ്യതയുണ്ട്. കാരണം ഇവന്മാർക്ക്, ഞാൻ പറഞ്ഞില്ല, ഇവന്മാർക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല. ഇവന്മാർ കാരണം ഈ ന്യൂസ് ഇപ്പൊ ഭയങ്കര സ്പ്രെഡ് ചെയ്യും. നമ്മൾ അത് സ്ഥിരീകരിച്ച് വരാം. രാവിലെ തന്നെ പൊട്ടിയ വിവരം അവന്മാർ, നമ്മളൊന്നും ചെയ്യേണ്ട മനുഷ്യർ, നമ്മുടെ സർക്കാർ നമ്മളാണ് ഇട്ടതെന്നൊന്നും പറയണ്ട. അവന്മാർ തന്നെ പറയുന്നുണ്ട് രാവിലെ തന്നെ, ഞങ്ങളെ ഇന്ത്യ ആക്രമിച്ചത് രാവിലെ അവർ തന്നെ പറയുന്ന വീഡിയോസ് പുറത്തുണ്ട്. ഈ ലാഹോറിലിട്ട് ഇന്ത്യ ആണെന്ന് അവർ പറയുന്നു. എടാ അവരല്ല, ഇപ്പൊ ഞാൻ ചോദിച്ചത്, എന്നെ അടിച്ചത് നീയാണെന്ന് ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. രാജ്നാഥ് സിംഗ് മോദിയോ ഒന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കും. ഇപ്പോഴാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. അടി എപ്പോഴാണ്? ഇന്ന് രാത്രി 1 മണി തൊട്ട് നടക്കുന്ന അടിയാ. അത് ആ രാജ്യം സ്ഥിരീകരിക്കുന്നത് ഞങ്ങളെ ഇന്ത്യ വാരി വലിച്ചിട്ട് ഒട്ടിക്കുകയാണ്, ഞങ്ങൾക്ക് രക്ഷയില്ല, അവിടുത്തെ MP കരയുന്നു, എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തുന്നു. പക്ഷെ ഇവിടെ നമ്മൾ അംഗീകരിക്കത്തില്ലത്. ആ ഒരു അവസ്ഥ ഇനി നടക്കാൻ പോകുന്ന വെച്ചാൽ, ഇനി ഒരു ചൊറിച്ചിലൂടെ ഇവന്മാർ ചൊറിയും. കാരണം ഇവന്മാർക്ക് വെളിവില്ലാത്തത് കൊണ്ട് ഇവന്മാർ എവിടെങ്കിലും, കാരണം ഇവന്മാർക്ക് ഒരെണ്ണം ഇന്ത്യയിൽ എവിടെങ്കിലും ഒരിടത്തൊരു ഒരു മിസൈലെങ്കിലും പതിക്കണം. അതും കാശ്മീരി പതിച്ചാൽ പോരാ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാശ്മീരി പതിച്ചാൽ പോരാ അവന്മാർക്ക്. ഗുജറാത്തിലോ പഞ്ചാബിലോ രാജസ്ഥാനിലോ എവിടെയെങ്കിലും ഒന്ന് പതിക്കണം. പതിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതുകൊണ്ടൊക്കെ ഹീറോയിസം കളിക്കാം. അപ്പം ലോകരാജ്യങ്ങളുടെ മുമ്പിലൊക്കെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ മുമ്പിൽ ഇവർക്ക് അവരുടേതായ ഒരു സ്വർഗം വീണ്ടും നിലനിൽക്കുന്നു എന്ന് കാണിക്കാം. അപ്പൊ അതിനുള്ളൊരു പഴുതിന് വേണ്ടി ഇവന്മാർ ചെയ്യും. പിന്നെ ഇവരുടെ സൈന്യത്തിന്റെ കൺട്രോൾ നമ്മുടെ സൈന്യം പോലല്ല. ഒരാളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനമോ ഇല്ലെങ്കിൽ ഒരു ഭരണകൂടം നിയന്ത്രിക്കുന്ന കാര്യമോ ഒന്നും അല്ല. ഓരോ ഗ്രൂപ്പ് അവർക്ക് തോന്നുന്ന കണക്ക് ബാണം വിട്ടുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അവർക്ക് റോക്കറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ട് വിട്ടാൽ പോകുന്നത്. നമ്മുടെ ഈ ഉത്സവപ്പറമ്പിൽ പണ്ടുണ്ടായിരുന്നല്ലോ ഈ ബാണം, ഇപ്പൊ ഞാൻ കാണാറില്ല സാധനം. കത്തിച്ച് ഇങ്ങനെ മുകളോട്ട് വിടുവല്ലോ സാധനം, കണ്ടിട്ടുണ്ടോ അത്? അതേപോലത്തെ ഒരു സാധനമാണ് ഇവരെ സംബന്ധിച്ച് മിസൈൽ. എങ്ങോട്ടെങ്കിലും വിടുക എന്നുള്ളത്. അപ്പം ഇവരുടെ ഒരു ലക്ഷ്യം അതാണ്. അതുകൊണ്ട് അവർ അടങ്ങിയിരിക്കത്തില്ല. ഒന്നുകൂടെ അടിക്കും. അതോടുകൂടി ഇന്ത്യ ഇവന്മാരുടെ നല്ല ഒരു അടിയം കൊടുക്കും. അപ്പോഴത്തേക്കും അമേരിക്ക ഇടപെടും, ഗൾഫ് കൺട്രീസ് ഇടപെടും. എല്ലാവരും കൂടെ വന്നിട്ട് ഇന്ത്യ അടുത്ത് പറയും, ദേവി ഇതാ പാവങ്ങൾ ഇനി അടിക്കരുതെന്ന് പറയും. അതോടുകൂടി ഇന്ത്യ ചിലപ്പം നിർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോഴത്തേനും പാകിസ്ഥാന് ജന്മത്തെ മറക്കാത്ത രീതിയിൽ നല്ലൊരു അടി നമ്മൾ കൊടുത്തിരിക്കും. ഇത് യുദ്ധമാണ്. ഈ ഇന്ത്യൻ അതിർത്തിയിൽ പൂഞ്ചിലും മറ്റും മരിച്ചു വീഴുന്ന നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് ഇല്ലാത്ത സഹതാപം ഒന്നും പാകിസ്ഥാനിലെ ഒരു കുട്ടിക്കും പെണ്ണിനും ഒന്നും വേണ്ട. അത് എന്റെ പോളിസിയാണ്, അത് ഈ രാജ്യത്തിന്റെ പോളിസിയാണ്. നമ്മുടെ പൗരന്മാർക്ക് കിട്ടാത്ത ആ ഒരു സഹതാപവും അനുകമ്പയൊന്നും ആരും പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാണിക്കണം നിർബന്ധമില്ല. കാരണം ഈ 26 പെണ്ണുങ്ങളെ മതം ചോദിച്ചാണ്, അങ്ങനെ തന്നെ പറയണം, മതം ചോദിച്ചാൽ 26 സ്ത്രീകളെ വിധവയാക്കിയപ്പോഴത്തേനും തോന്നാത്ത വികാരമൊന്നും പാകിസ്ഥാനിലെ ഒരു സ്ത്രീ മരിക്കുമ്പോഴും തോന്നേണ്ട കാര്യമില്ല. അതിർത്തിയിൽ 4 വയസ്സുകാരനായ കൊച്ചു കുഞ്ഞിന്റെ ഒക്കെ തല പൊട്ടിച്ച് ചിതറി പൂഞ്ചില്, അത് ആരുമായിക്കോട്ടെ, ഏത് മതസ്ഥരുമായിക്കോട്ടെ, പോകുമ്പോ ആ കുഞ്ഞിനോട് തോന്നാത്ത അനുകമ്പയൊന്നും എനിക്ക് പാകിസ്ഥാനിലെ ഒരു പിഞ്ചു കുഞ്ഞിനോടും തോന്നുന്നില്ല. അടിക്കണം എന്ന് പറഞ്ഞാൽ ഇവനെ ഓടിച്ചിട്ട് അടിക്കണം. കാരണം അവൻ അറിയണം ഈ രാജ്യത്തെ ജനവും സാധാരണ ജനമാണ്. അവനുണ്ടാകുന്ന വേദന, അതായത് മക്കൾ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ട് ഇപ്പൊ അവിടുത്തെ ഭീകരന്മാര്. മസൂദ് അസറക്ക് ഇപ്പൊ ആ നിലയിലാണ്. അതുപോലെ തന്നെ അവനും അറിയണം. അല്ലാതെ ഒരു സ്ഥലത്തേക്ക് ബോംബ് പൊട്ടിച്ച് കളിച്ച് രസിക്കുകയല്ല വേണ്ടത്.
അവന്റെ ആ വേദന അവൻ അറിയാം. ഒരു സഹതാപവും ആ രാജ്യത്തിൽ ഒരുത്തിനോടും കാണിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി തന്നെ അടിക്കുക. ഇനി അവിടെ ഇച്ചിരി സിവിലിയന്മാർ മരിച്ചു എന്ന കണക്ക് വാർത്ത വന്നാൽ സഹതപിക്കാനുള്ള ഒട്ടും താല്പര്യമില്ല. കാരണം ഈ രാജ്യത്തെ വേദനിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. ആ പാവപ്പെട്ട ജനങ്ങൾ അതിന് കാണത്തില്ലായിരിക്കാം. നമ്മുടെ ജനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ പഹൽഗാമി മരിച്ചവരാരെങ്കിലും പിന്നെ പാകിസ്ഥാനെതിരെ പ്രവർത്തിച്ചിരുന്നവരാണ്, പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തിരുന്നവരാണ്. ഇന്നലെ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ 4 കുട്ടികളാണ് മരിച്ചത്. ആ 4 കുട്ടികളടക്കമുള്ളവർ ഈ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തവരാണ്? അല്ലല്ലോ. അവരെയല്ലേ കൊന്നു തള്ളിയത്. അപ്പൊ തിരിച്ചടി വരുമ്പോൾ സ്വാഭാവികമായി അവിടെ അതൊക്കെ സംഭവിക്കും. പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞ കണക്ക് ഈ വലിയൊരു മരം വീഴുമ്പോൾ അതിന് താഴെ ചില ചെറുതും ഒക്കെ സംഭവിക്കാം. അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ കാരണം ഇവിടെ ഇല്ലാത്ത സഹതാപമൊന്നും വലുതായിട്ട് വേണ്ട. 4 വോട്ടിന് വേണ്ടി നക്കുന്നവരുണ്ടാകും. രാജ്യത്തെ വിൽക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ പറയാറുള്ളൂ. നക്കിക്കോള് കുഴപ്പമില്ല, പക്ഷെ വിൽക്കാൻ നിൽക്കരുത്. കാരണം ആ ഒരു കാലഘട്ടം പോയി. അതിപ്പോ യൂട്യൂബർ ആയാലും കമന്റ് ഇടുന്നവരായാലും ഇനി അല്ലെങ്കിൽ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നവർ, ഇന്ത്യയിലെ എല്ലാ മീഡിയകളും 99% മീഡിയകളും ഒറ്റക്കെട്ടായിട്ട് ഈ രാജ്യത്തിന്റെ പൾസിനോടൊപ്പമാണ് നിൽക്കുന്നത്. ന്യൂസ് ഇന്ത്യ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു, കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ഇവിടുത്തെ ജേർണലിസ്റ്റുകൾ ഉറങ്ങിയിട്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾ ഞങ്ങളുടെ ടൈമിംഗ് നോക്കണം. വാർത്തയുടെ രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഞങ്ങൾ ആരോടും മത്സരിക്കാനൊന്നുമില്ല, മത്സരിച്ച് ജയിക്കാനുമല്ല. 2 മണിക്കും 3 മണിക്കും ഒക്കെ കൃത്യമായി തന്നെ വാർത്ത എത്തിക്കാറുണ്ട്. ഞങ്ങൾ അത് കൃത്യമായി വാർത്ത എത്തിക്കുന്ന നമ്മുടെ ധീര ജവാന്മാർ ജീവൻ പണയം വെച്ചും നേടുന്ന ഓരോ വിജയവും അത് എന്റെയും കൂടി വിജയമാണ്, നിങ്ങളുടെയും വിജയമാണ്. ആ നിങ്ങളെ അറിയിക്കേണ്ട കടമയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഉറക്കത്തിലായിരിക്കാം, നേരം വെളുക്കുമ്പോഴെങ്കിലും ഫസ്റ്റ് കാണത്തെ ആ ഒരു സന്തോഷകരമായ വാർത്ത എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പം ഈ താഴെ വന്നിട്ട് കൃഷ്ണന്റെ രാമന്റെ ഒന്നും പേര് വന്ന് ദയവ് ചെയ്ത് മെഴുകാതിരിക്കുക. വേണമെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ കാണണ്ട. ഇന്ന് വരെ ഇത് കാണാനും നിർബന്ധിച്ചിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും നിർബന്ധിച്ചിട്ടില്ല, ലൈക്കും നിർബന്ധിച്ചിട്ടില്ല. QR കോഡ് ഇട്ട് തെണ്ടിയിട്ടുമില്ല, തെണ്ടാനും പോകുന്നില്ല. കാരണം ഞങ്ങളൊക്കെ ജേർണലിസ്റ്റുകൾ തന്നെയാണ്. പഠിച്ചൊരു പണി അറിയാവുന്നുണ്ട്, മരിക്കുന്നവരെ പണി ചെയ്യാൻ പറ്റുമെന്ന് നല്ല വിശ്വാസമുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.